ഞാനിപ്പോ വന്നത് ആനന്ദിന് ബുദ്ധിമുട്ടായോ? ഇല്ല ആന്റി ഇരിക്കും. അരവിന്ദ് നന്ദനായിട്ടുള്ള ചില വിഷയങ്ങള് സംസാരിച്ചു തീർക്കാന്ന് കരുതിയ ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോ ഉത്തരവാദിത്തപ്പെട്ടവര് തീർത്ഥാടനത്തിലാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടാ ആനന്ദിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാമെന്ന് കരുതിയത്. ആന്റി, അതിന് അവര് തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയ ചില വാശികളും അതുമൂലം ഉണ്ടാവുന്ന ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങളും മാത്രമേ ഉള്ളൂ. അത് അവര് തന്നെ പരിഹരിച്ചോളും. നമ്മൾ വെറുതെ. ആനന്ദേ, ജീവിതത്തിന്റെ വെളിച്ചത്തിൽ പറയുക, അവരുടെ മനസ്സുകൾ തമ്മിലുള്ള ദൂരം വളരെ കൂടുതലായി കഴിഞ്ഞു. ഇനി അത് പരിഹരിക്കാൻ വളരെ പ്രയാസമാണ്. ഒരേ ദൂരം ഒരുപാട് വേഗതയിൽ യാത്ര ചെയ്യേണ്ടി വരും ഇരുവർക്കും. ആന്റി, അവരുടെ കാര്യത്തിൽ മറ്റാരും കൈകടത്താതിരുന്ന ഇരുവരും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അവര് തന്നെ പരിഹാരം കണ്ടെത്തിക്കോളും. അത് മതി അവരുടെ മനസ്സുകൾ അടുക്കാൻ. അത് പോരാ. എന്റെ മകൾക്ക് ഇവിടെ സമാധാനം വേണം. അവൾക്ക് അർഹതപ്പെട്ട അംഗീകാരവും കിട്ടണം. ആന്റി, അവര് തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളേ ഉള്ളൂ. ദയവ് ചെയ്ത് അത് വലിയ പ്രശ്നങ്ങളാക്കരുത്. അതാണ് ആന്റിയുടെ വരവിന്റെ ലക്ഷ്യമെങ്കിൽ നടക്കില്ല ഇവിടെ. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനല്ല, നീയാ. നീ മാത്രമാണ് അവരുടെ ഇടയിലെ പ്രശ്നം. എന്റെ മകളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് നീയാ. നീ ഒറ്റ ഒരുത്തനാ. പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ ഒട്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ നിന്റെ കാര്യം. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇതിനകത്തേക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. നിന്റെ ശ്രദ്ധ ഇപ്പൊ എന്തിലാണെന്ന് നന്നായി ബോധ്യപ്പെട്ടു. ഞാൻ ഏതായാലും എന്റെ മോളുടെ വിഷയത്തിനൊരു പരിഹാരം കണ്ടിട്ടേ മടങ്ങും. സുബ്രു, നിനക്ക് പറ്റിയ പണി ഇത് തന്നെയാ. നീ സർക്കാർ ജോലിക്കൊന്നും പോണ്ട. ഇവിടുന്നെവിടെ പോയി? ഈശ്വരാ, ആ ശൂർപ്പണക മഹേശ്വരി വല്ലം കേറി വന്ന കഥ തീർന്നു തന്നെ. അവളെ താഴെയൊന്നും കണ്ടില്ലല്ലോ. പിന്നെ ഇതെവിടെ പോയി? ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുവായിരുന്നോ? ഞാൻ മുറിയിലൊക്കെ പോയി നോക്കി. എന്താ സ്വീറ്റ്സ് നോക്കി വന്നതാ? അതൊന്നുമല്ല, നന്ദനെ ഒന്ന് കണ്ടിട്ട് പോന്ന് കരുതി. മഹേശ്വരി ആന്റി എന്താ വന്നേ? വെറുതെ വന്നതായിരിക്കും അല്ലേ? അത് ശരി. അപ്പൊ അതറിയാനാണ് എന്നെ അന്വേഷിച്ചു വന്നത്. എന്താ നന്ദന ഇത്? എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയേ? ദേ, മഹേശ്വരി ആന്റി എപ്പോഴും ടൂറിലായിരിക്കുമല്ലോ. ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അങ്ങനെ അമ്മ വെറുതെ വന്നതാ. നല്ല ഡ്രസ്. ഇതൊക്കെ എവിടെന്നാ സെലക്ട് ചെയ്യുന്നേ? സൂപ്പർ, കൊള്ളാട്ടോ. പിന്നെ അരവിന്ദ് ചേട്ടനോട്ടുള്ള സൗന്ദര്യ പിണക്കൊക്കെ മാറിയോ?
എപ്പോഴേ മാറി. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. തിയേറ്ററുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കും കൂടി പോവായിരുന്നു. പ്രശ്നമൊക്കെ തീർന്നോ? അങ്ങനെ വരെ മഴയില്ലല്ലോ. ജയന്തി, എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, നന്നായല്ലോ എന്ന് ചിന്തിക്കായിരുന്നു. അല്ല, അവിടുത്തെ അമ്മ സംസാരിച്ചോ? ആര് തമ്മിൽ? അരവിന്ദും മഹേശ്വരിയും തമ്മിലോ? ആന്റി, ഞാൻ നിന്നെ ആരാടി ന്യൂസ് കളക്ട് ചെയ്യാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഞാനും എന്റെ മരുമകനും തമ്മിൽ ഓരോ പ്രശ്നമില്ലെന്ന്. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങ് തീർത്തോളാം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നു. ആന്റി, ഞാൻ ആരാടി നിന്റെ ആന്റി? പൊയ്ക്കോണേ എന്റെ മുമ്പിന്ന്. ഇനി എന്റെ മോളുടെ അടുത്തെങ്ങാനും നീ ചുറ്റിക്കറങ്ങുന്നത് കണ്ട നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. അയ്യോ. പോടി. നിക്കേ. നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരോട് ഒന്നും അറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ മതി. ന്യൂസ് അറിയിക്കാറാവുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. പൊയ്ക്കോ. എന്താ അമ്മ പോയിട്ട്? എന്താ അവൻ കാമുകവേഷം കളിക്കല്ലേ? വെറുതെ എന്റെ വായിലെ വെള്ളം വറ്റിയത് മാത്രം മിച്ചം. അല്ല, ആനന്ദ് എന്താ പറഞ്ഞത്? അതോ, അതല്ലേ രസം. നിങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് അത് വലുതാക്കാൻ നിൽക്കരുത് പോലും. നന്ദനെ, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഇനി ഈ കഥയ്ക്ക് കൈയടി കിട്ടണമെങ്കിൽ ട്രാക്ക് മാറ്റി പിടിക്കേണ്ടി വരും. മനസ്സിലായില്ല. അമ്മ എപ്പോഴും പറയാറുള്ളത് തന്നെയാ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഇനി അമ്മ പറയാം, നീ കേട്ടോ. ഇത് വർക്കൗട്ട് ആവോ? എന്താ സംശയം? ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ആവണം. ഇതിപ്പോ ഇങ്ങനെ ആലോചിച്ച് കാറ്റ് പിടിച്ച തോണി പോലെ കിടന്ന് കറങ്ങാതെ ഏതെങ്കിലും ഒരു കരയ്ക്കെത്താൻ നോക്ക്. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ആന്റി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ആ ശ്രീനിവാസം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയേ പറ്റൂ. അഖിലയും ശിവരാമേട്ടനും തിരികെ എത്തും മുമ്പ് ദാസ് മരണപ്പെട്ടിരിക്കണം. അതെ, അതെനിക്കും അറിയാം. പക്ഷേ എനിക്കൊരു സംശയം. ദാസിന്റെ മരണം കല്യാണി തൃച്ചംബരത്തെ സ്ഥിരം അംഗമാക്കി മാറ്റുമോന്ന്. സഹതാപോയ്, ഒരു രീതിയിൽ നോക്കിയാ പിന്നെ നിന്റെ സംശയമൊക്കെ ന്യായോ? ദാസ് തൃച്ചംബരത്തെ ഒരു അംഗത്തെ പോലെയാ. അഖിലയ്ക്ക് കൂടെ പിറക്കാതെ പോയ സഹോദരൻ. അതല്ലേ ഈ ഔട്ടോസ് ഒക്കെ എഴുതി കൊടുത്തത്. ദാസേട്ടെന്നുള്ള അഖിലാണ്ടേശ്വരുടെ വിളി തന്നെ അതറിയാം. അതുകൊണ്ടാ ആന്റി ഞാൻ ചോദിച്ചത്. ദാസ് മരണപ്പെട്ടാൽ ആ സഹതാപ തരംഗത്തിൽ കല്യാണിയെയും ആ വാല ചെറുക്കനെയും അഖിലാണ്ടേശ്വരി സംരക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്?
ഒരിക്കലും ഇല്ല ഗംഗെ. ദാസ് മരണപ്പെട്ട സഹതാപം അല്ലല്ലോ, മറിച്ച് ദാസിനെ കൊന്ന കല്യാണിയോട് ശത്രുതയല്ലേ ഉണ്ടാവുക. അഖില കല്യാണിയെ കൊന്നെന്നും വരാം, കാരണം ദാസ് അവർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. അതൊക്കെ ശരി തന്നെ. പക്ഷേ ആനന്ദ് കല്യാണിയെ കൈവിട്ട് കളയുമെന്ന് തോന്നുന്നുണ്ടോ? ശിവരാമനെയും കൂട്ടുപിടിച്ച് അഖിലെ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചെന്നും വരും. അങ്ങനെയായാൽ നമ്മളീ ചെയ്യുന്നതൊക്കെ ശ്ശോ, നീ എന്തൊക്കെയാ പറയുന്നേ? കൊലയാളിയോട് സിമ്പതിയോ? അതും സ്വന്തം അച്ഛനെ കൊന്ന കല്യാണിയോട്. അഖില കല്യാണിയുടെ മുഖം കാണാൻ പോലും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അങ്ങനെ തന്നെ വേണം. അവള് ജയിലിൽ കിടന്ന് നരകിച്ച് ചാവണം. കൊലയാളിയായ കല്യാണിയെ ആനന്ദിനി എത്ര വാദങ്ങൾ നടത്തിയാലും അഖിലയ്ക്ക് മരുമകളായി കാണാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാ. പിന്നെ എന്ത് സംശയിക്കാൻ? ആനന്ദിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചിരിക്കും. പിന്നെ അതുമാത്രമല്ല, കല്യാണ പെണ്ണിന്റെ അച്ഛൻ അവളുടെ കല്യാണത്തിന് തൊട്ടു മുമ്പ് മരിച്ച ആ കല്യാണം മാറ്റിവെച്ചേ പറ്റൂ. എങ്ങനെ നോക്കിയാലും ദാസിന്റെ മരണത്തോടെ അവളുടെ കല്യാണ യോഗവും ദഹിച്ചു പോകും. പിന്നെങ്ങനെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടക്കും? എന്താ അത് പോരെ ഗംഗെ നിനക്ക്? പിന്നെ നിന്റെ കഴുത്തിൽ വീഴുന്ന താലി അഖിലയ്ക്കുള്ള തൂക്കുകയറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇനി അധിക സമയം പാഴാക്കാനില്ല. ദാസ് മരിച്ച് വെള്ള പുതപ്പിച്ച് കിടത്തുമ്പോ അന്ത്യകർമ്മങ്ങൾക്ക് പോലും ആരെയും പങ്കെടുപ്പിക്കാതെ തകർന്ന മനസ്സും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പോലീസിന്റെ വരവും കാത്തിരിക്കുന്ന കല്യാണി. ദാസിന്റെ ശരീരം കത്തിത്തീരും മുൻപേ കൈകളിൽ വിലങ്ങണിഞ്ഞ് ഭ്രാന്തമായ ചേഷ്ടകളോടെ നടന്നു പോകുന്ന കല്യാണിയെ കൺകുളിർക്കെ കാണണം എനിക്ക്. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഈ ഗംഗ ഇനി എന്ത് ചെയ്യാനും തയ്യാറാ. എന്റെ വഴിയിലെ തടസ്സം അവളാ. അത് നീക്കാൻ ദാസിന്റെ കൊലയാളിയാവാനും ഇപ്പൊ ഞാൻ തയ്യാറാ. കൊള്ളാം, ഇപ്പോഴാ നീ നാഗമെടുത്ത പെണ്ണായത്. വാ. ഒന്നും അറിയാൻ പറ്റിയില്ല ആന്റി. ഞാൻ നന്ദനയോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോ ആ മഹേശ്വരിയമ്മ കേറി വന്ന് എല്ലാം തൊലച്ചു. അവരെന്നോട് ചോദിക്കുവാ എനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന്. അതങ്ങ് വിട്ടേക്ക്. മഹേശ്വരി അമ്മയുടെ കാര്യമൊക്കെ അരവിന്ദ് നോക്കിക്കോളും. അരവിന്ദ് വരുന്നത് വരെയുള്ള അധികാരം കാണിക്കലേ ഉള്ളൂ. അവൻ വരുമ്പോ മഹേശ്വരി പെട്ടിയും തൂക്കി പടിയിറങ്ങി പോകുന്നത് കാണാം. അല്ല, നിങ്ങൾ എന്തോ വലിയ പ്ലാനിങ്ങിലായിരുന്നല്ലോ. എന്താ ആന്റി, എന്നോടുകൂടി പറ. നീ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞാലേ നീ ചീത്തയായി പോവും. ദേ, മുഖം വാടണ്ട. നീ അടുക്കളയിൽ ചെന്ന് 3 സൂപ്പ് ഉണ്ടാക്കാൻ പറ. അത് കൊള്ളാലോ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ആന്റിയുടെ ഒരു കാര്യം. കല്യാണി, ആ പാസ്ബുക്ക് അവളെ ഏൽപ്പിച്ചാണല്ലോ. എവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന അവളെ? വരാന്ന് പറഞ്ഞിട്ട് അവളെ കാണുന്നില്ല. എവിടെ കൊണ്ട വെച്ചേക്കാണാവോ?
നശിച്ചവള്. നീ കൂട്ടത്തോടെ കൊലക്ക് കൊടുത്തിട്ട് അടങ്ങുമല്ലടി, നാശം പിടിച്ചവള്. എത്ര പറഞ്ഞാലും തലേ കയറില്ല എന്ന് വെച്ചാ അച്ഛനിപ്പോ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ എടുക്കാൻ പോയത്? ആവശ്യമില്ലാത്തൊക്കെ നിനക്ക് സൂക്ഷിച്ചു വെക്കാം. ഒരുവന്റെ ഭാര്യയാവാൻ പോകുന്നവളാ നീ. അങ്ങനെയുള്ള നീ മറ്റൊരുവന്റെ ഫോട്ടോ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കാന്ന് വെച്ചാ കെട്ടുറപ്പിച്ചവനോട് കാണിക്കുന്ന വഞ്ചനയില്ലേത്? ആ ഒരു ചിന്തയെങ്കിലും നിനക്ക് വേണമായിരുന്നു. നീ ആരാന്ന നിന്റെ വിചാരം? ഭൂലോകരമ്യോ? ഈശ്വര, എന്റെ ഒരു തലവിധി. എന്റെ ചിത കണ്ടേ നീ അടങ്ങൂ. അച്ഛൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ കാളയും പോത്തൊന്നുമല്ല ചക്കിന്റെ ചോട്ടി കെട്ടിയിട്ട് ഇങ്ങനെ കറക്കാൻ. എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ആഗ്രഹമല്ലടി, അത്യാഗ്രഹം. അതാ എന്നും മത്തിപ്പഴം കൊടുത്തിരുന്ന കുരങ്ങന്റെ ഹൃദയം ചോദിച്ച മുതലയുടെ ആർത്തിയാ നിനക്ക്. വൃക്ഷംബരം അടക്കി ഭരിക്കാമെന്നുള്ള അത്യാഗ്രഹം. നീ രക്ഷപ്പെടില്ലടി, രക്ഷപ്പെടില്ല. ജന്മം തന്ന അച്ഛന് പോലും മനസമാധാനം തരാത്ത നീ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവസാനമായിട്ട് ഞാനൊന്ന് പറയാം. നീ നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനാണ് ഒരുക്കമെങ്കിൽ എന്നെ കൊന്നിട്ടായിക്കോ. ഒരച്ഛന്റെ അപേക്ഷയായിട്ട് കരുതണം. എന്നൊന്ന് കൊന്നു തരാമോ നിനക്ക്? അച്ഛാ, അച്ഛാ എന്തു പറ്റി? അച്ഛാ, അച്ഛാ, അനികുട്ടാ, 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 അനികുട്ടാ. ഗുളിക, ഗുളിക. ഗുളിക. ഈശ്വര, നെഞ്ചുവേദനയ്ക്കുള്ള ഗുളിക തീർന്നിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അനികുട്ടാ, അനികുട്ടാ, ഇവനിത് എവിടെ പോയി കിടക്ക? അനികുട്ടാ, അച്ഛാ, ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം.